ദൈവവചനപ്രകാരം ദൈവം തൻ്റെ ഭക്തന്മാർക്ക് വലിയ പദവികളും അനുഗ്രഹങ്ങളും നൽകുന്നു. 115 സങ്കീർത്തനം അതിൻ്റെ 13 വാക്യം. അവൻ യഹോവാഭക്തന്മാരായ ചെറിയവരെയും വലിയവരെയും അനുഗ്രഹിക്കും. നിങ്ങൾ യഹോവാഭക്തന്മാരാകുന്നുവെങ്കിൽ തീർച്ചയായും ദൈവം നിങ്ങളെ തിരക്കി പിടിച്ച് അനുഗ്രഹിക്കും എന്ന് മറന്നു പോകരുത്. കാരണം ദൈവത്തിന് തൻ്റെ ഭക്തന്മാർ വിലയുള്ള സമ്പത്താണ്. അതെ, 4 സങ്കീർത്തനത്തിൽ ഇങ്ങനെ പറയുന്നു, ദൈവഭക്തൻ വിലയുള്ള സമ്പത്താണ്. ദൈവഭക്തന് പ്രത്യേക സംരക്ഷണം ദൈവം കൽപ്പിച്ചാക്കിയിരിക്കുന്നു. ദൈവഭക്തന്മാർ കഷ്ടത്തിലകപ്പെടുമ്പോൾ ദൈവം തൻ്റെ ദൂതന്മാരെ അയച്ച് വിടുവിക്കുന്നു. നിൻ്റെ വശത്ത് 1000-ഉം 10,000-ഉം വീഴും, എന്നാൽ അത് നിന്നോട് അടുത്തു വരത്തില്ല. കാരണം നീ ഒരു ദൈവഭക്തനാണ്. കാരാഗൃഹത്തിൽ കിടന്ന പൗലോസിനും ശീലാസിനും പത്രോസിനുമൊക്കെ ദൈവിക സംരക്ഷണം ദൈവം നൽകിക്കൊടുത്തു. സിംഹത്തിൻ്റെ ഗുഹയിൽ വീണ ദാനിയേലിനു വേണ്ടി പ്രത്യേക സംരക്ഷണവും കരുതലും ദൈവം ഒരുക്കി. അതെ, തീയിൽ വീണ ചന്ദ്രക്കനും മേശക്കിനും അഭേന്ദ്രഗോവിനും പ്രത്യേകമാകുന്ന കരുതൽ കൊടുത്ത് 4-മനായി തീയുടെ നടുവിൽ ദൈവം ഇറങ്ങി വന്ന് തൻ്റെ ഭക്തന്മാരെ വിടുവിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. യഹോവയെ ഭയപ്പെട്ടവൻ്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ്റെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും. 112 സങ്കീർത്തനം 1-2 വാക്യങ്ങൾ. അതെ, നമ്മളുടെ പിൻതലമുറകൾ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ നാം ചെയ്യേണ്ടുന്നത് എന്താണ്? യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്നവരായിരിക്കുക. പിന്നെയും യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാണ് എന്ന് സദൃശ്യവാക്യം 1:7 പറയുന്നു. അതെ, നമ്മുടെ ജീവിതത്തിൽ ദൈവം ഒരുക്കി തരുന്ന ഒരു പ്രത്യേക പ്രിവിലേജാണ് ദൈവിക സംരക്ഷണം എന്നത്. തൻ്റെ തൂവലുകൾ കൊണ്ട് തൻ്റെ ഭക്തന്മാരെ ദൈവം മറയ്ക്കുന്നു. അനുഗ്രഹവും സമാധാനവും സന്തോഷവും തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി ദൈവം ഒരുക്കി വയ്ക്കുന്നു. ദൈവഭക്തൻ എല്ലാ ആപത്തുകളും ഒഴിഞ്ഞു പോകും. സഭാപ്രസംഗി 7:18. അതെ, അനേക ആപത്തുകൾ നിനക്ക് നേരെ കടന്നു വരാം, പക്ഷേ നീ എല്ലാ ആപത്തുകളും ഒഴിഞ്ഞ് ദൈവിക സംരക്ഷണത്തിൻ കീഴിൽ ജയാളിയായിത്തീരും, വിടുതലേറ്റെടുക്കും.